നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ആമേൻ. ഒരു ദൈവവേദന്റെ കഷ്ടത്തിന് പോലും വേദപുസ്തകം, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ്, അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥവ്യാപ്തി വലുതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതനായ എഴുത്തുകാരൻ വിശുദ്ധ പൗലോസ് മനോഹരമായൊരു ഭാഷ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കഷ്ടങ്ങൾ ബഹുദിവസങ്ങൾ നീണ്ടുനിൽക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടങ്ങൾ അത് നൊടി നേരത്തേക്ക് മാത്രമുള്ളതാണ്. ആമേൻ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഒരു കഷ്ടതകൾക്ക് നിന്നെ തൊടാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഒരു കഷ്ടതകൾക്ക് നിന്നെ മുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഒരു കഷ്ടതകൾക്ക് നിന്നെ ഞെരുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഒരു കഷ്ടതയോ ആജീവനാന്തം നിനക്കെതിരെ നിൽക്കത്തില്ല. അത് വെറും നൊടി നേരത്തേക്ക് മാത്രം ഉള്ളതാണ്. കഷ്ടതകൾ നൊടി നേരത്തേക്കുള്ളതാണ്. നൊടി നേരത്തേക്കുള്ള ആ കഷ്ടത്തിന് അടുത്ത ഒരു ആലങ്കാരിക പ്രയോഗം കൊടുത്തിട്ടുണ്ട്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടങ്ങൾ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നൊടി നേരത്തേക്കുള്ള കഷ്ടം എന്നതിനൊരു ആലങ്കാരികത കൊടുത്തുകൊണ്ട് ഒരു നാമവിശേഷണം കൊടുത്തുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്. അതിനെങ്ങനെയാണെന്നറിയാമോ? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ. ആമേൻ. ചില ആളുകൾ കഷ്ടങ്ങളെ പർവ്വതവൽക്കരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, അതിനെ പർവ്വതവൽക്കരിക്കാൻ എനിക്ക് നേരമില്ല. ആ കഷ്ടങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലഘുവാണ്. കാര്യം എൻ്റെ നാഥൻ അതിനേക്കാളും വലിയവനാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു ദൈവമൈതന്റെ ഹൃദയത്തിനകത്ത് ഏത് കാലഘട്ടത്തിലും ഏറ്റവും വലിപ്പമുള്ള സംവിധാനം അവൻ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ വലിപ്പം അവൻ്റെ ഹൃദയത്തിൽ വർദ്ധിക്കാൻ തുടങ്ങുന്നിടത്തോളം കാലം മറ്റെല്ലാ കഷ്ടങ്ങളും അവന് ലഘുവായി ചെറുതായിട്ടേ തോന്നത്തുള്ളൂ. ആമേൻ. ഇവിടെ നിൽക്കുന്ന 22 നില കെട്ടിടമോ, അങ്ങ് ദുബൈയിലുള്ള ബുർജ് ഖലീഫ പോലെയുള്ള ഏറ്റവും മുന്തിയ കെട്ടിടങ്ങളുമൊക്കെ താഴെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ഭയങ്കര കെട്ടിടങ്ങളാണ്. എന്നാൽ ആകാശത്തിൽ പറക്കുന്ന വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ കെട്ടിടങ്ങൾ വെറും തീപ്പെട്ടിക്കൂട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വലിപ്പത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാ ചിലത് ചെറുതായി നമുക്ക് തോന്നുന്നത്. ഇന്ന് രാവിലത്തെ ആദ്യത്തെ ദൂത്, നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ വലിപ്പം വർദ്ധിച്ചാൽ ഒരു കഷ്ടതയോ നിനക്ക് വലുതായി തോന്നത്തില്ല. എല്ലാത്തെയും നീ ലഘുവായി ചിത്രീകരിക്കോ. അങ്ങനത്തെ ഒരു അഭിഷേകം ഈ രാവിലെ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ആ ഓഫീസർ നിന്നോട് മുഷിഞ്ഞോ? ആ മേലുദ്യോഗസ്ഥൻ നിന്നോട് കരുണ കാണിക്കുന്നില്ലേ? നിന്റെ സീനിയർ ആ അനുഭവത്തിൽ നിൽക്കുന്ന നേഴ്സോ സൂപ്രണ്ടോ ആരെങ്കിലും നിന്നോട് വിഷമിക്കുന്ന രീതി സംസാരിച്ചോ? നിന്റെ ഒരുമിച്ച് ഒരു റൂമിൽ കഴിയുന്നവർ ആരും നിന്നോട് സഹകരിക്കുന്നില്ലേ? നിന്റെ വിശ്വാസ ജീവിതത്തിന് കോട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ പലയിടത്തു നിന്ന് പൊങ്ങുന്നുണ്ടോ? അതിന്റെ നടുവിൽ തലകുനിച്ചവളെ പോലെയോ തലകുനിച്ചവനെ പോലെയോ അല്ല നീ നടക്കേണ്ടത്. തല ഉയർത്തി നടക്കണം. കാര്യം ഒരു കഷ്ടങ്ങൾക്കോ നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധികൾക്കോ നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ ഒന്നിന്റെ കീഴെയല്ല, എല്ലാത്തിന്റെ മുകളിലാ. Thanks for watching. A like would be appreciated. And don't forget to subscribe.